ഇറ്റ്സ് മൈ ട്രാവൽ ടൈം അഗെയിൻ. സോ ഞാനിപ്പോൾ പോകുന്ന പ്ലേസിൽ ചൂസ് ചെയ്യാനായിട്ട് 2 റീസൺസ് ഉണ്ട്. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ പാസ്പോർട്ടിലെ വിസയും എക്സ്പയറായി, പിന്നെ എൻ്റെ പെർമിറ്റ് ഓഫ് സ്റ്റേ അതും ഇവിടെ നിന്ന് തീർന്നു. അപ്പോൾ ഇനി എനിക്ക് ഔട്ട് ഓഫ് ഇറ്റലി പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇറ്റലീൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. സോ അതാണ് ഒരു റീസൺ. ആൻഡ് സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പോകാൻ പോണ പ്ലേസ്, ആ പ്ലേസിൽ കൈൻഡ് ഓഫ് അത് ഭയങ്കര ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സമ്മർ സീസണിൽ, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റാണ് അതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത്. ആ സമയം സൂപ്പർ കോസ്റ്റ്ലിയാണ്. അത് 2 to 3 ടൈംസ് ഒക്കെ ആയിരിക്കും, അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈം ഇതെന്ന് പറയണത് സ്പ്രിങ് സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ കുഴപ്പമില്ലല്ലോ, ആ ഒരു പീക്ക് ടൈമിന് മുന്നെയാണ്, എന്നാൽ അത്ര എക്സ്പെൻസീവ് അല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, അപ്പോഴേ ഞാൻ വിചാരിക്കാറുണ്ട് പോകണം എന്നുള്ളത്. സോ ആസ് യൂഷ്വൽ ഞാൻ സോളോ ട്രാവലാണ് ചെയ്യുന്നത്. ഡു യു ഹാവ് എനി ഗസ്സസ്? ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈസ്റ്റർ ഹോളിഡേയ്സ് ആണ്. ഇപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അതുവരെയാണ് നമ്മുടെ ഈസ്റ്റർ ഹോളിഡേയ്സ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടെ ഞാൻ ഹോളിഡേ എടുക്കുമായിരിക്കും. എനിക്കറിയില്ല, നിലവിൽ ഞാൻ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല. ആസ് യൂഷ്വൽ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഇവിടുന്ന് പോണ ബസ്സും ഫസ്റ്റ് ഡേത്തെ സ്റ്റേയും മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെയൊക്കെ ഇനി അവിടെ പോയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ എന്താ എങ്ങനെയാണെന്നുള്ളത്. ഞാനാദ്യം വിചാരിച്ചു പോകണോ, കാരണം എൻ്റെ വർക്ക് ഇപ്പം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഹോളിഡേയ്സ് എടുക്കണമെന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ 3 ദിവസം കൊണ്ട് ഞാൻ മലമറിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവരുതല്ലോ, അയ്യോ അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ലീവ് എടുത്തിട്ടിറങ്ങി. എന്ത് കോപ്പാണെങ്കിലും കുഴപ്പമില്ല, ഐ ആം ഗോയിങ്. 9:15 രാത്രിക്കാണ് എൻ്റെ ബസ്സുള്ളത്. ഫ്ലിക്സിലാണ് പോകുന്നത്. എന്തൊക്കെയാണ് വല്യാവേലികളായിട്ട് ഞാൻ വരിക എന്നൊന്നും അറിയില്ല, കാരണം ഞാൻ എപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ എനിക്ക് പറ്റാറുണ്ട്. ഇപ്രാവശ്യം എന്താണെന്നുള്ളതും നമുക്ക് നോക്കാം. ഐ എം വെരി എക്സൈറ്റഡ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രാവൽ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓൺ എ ഡെയിലി ബേസിസ്. അപ്പം ഞാൻ തേഴ്സ്ഡേ നൈറ്റാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നാളെ മോർണിംഗ് എത്തേണ്ടതാണ്. സോ ഹോസ്റ്റൽ മാത്രമേ ഒരു ദിവസത്തെ ബുക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അതുപോലെ എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സാംസങ്ങിലാണ് S23 FE ഞാൻ വീഡിയോസ് എടുക്കാറ്. അതിൻ്റെ ഫോക്കസിന് ഇപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ എനിക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിലൊരു സെക്കൻഡറി ഫോണുണ്ട്, അപ്പോൾ അതിൽ വേണം ഇനി ഇതൊക്കെ എടുക്കാനായിട്ട്. സോ അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ.